പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത നോവലായ ഇന്റുപ്പപ്പാക്കൊരു ആനണ്ടാർന്നു എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു സ്കിറ്റ് മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണിത്. തലക്കെട്ടിലെ ആന ഒരു പാരമ്പര്യവാദമാണ്. യാഥാസ്ഥികത്വത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള മാറ്റമാണ് ഇതിന്റെ പ്രമേഹം. അഭിനേതാക്കൾ: ആരാധ്യ, അഭിനയ, ഇഷാൻ, അമേയ, കൃഷ്ണതീർത്ഥ, ഇവാഞ്ചൽ, ആരോൺ, ശ്രീ പാർവതി, ഫിദൽ, ആത്മജ്, ആശ്മിക. പൊന്നു കുഞ്ഞുപാത്തുമ്മ, അയലക്കത്തെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. നീ ആനമക്കാരിന്റെ പൊന്നാര മോളുടെ പുന്നാര മോളാ. എന്റെ ഉപ്പാപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്റെ പുന്നാരാനേ, ഇതാണ് പാക്യമറക്. പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അജ്ജിന് പോകാനി. കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ പട്ടൻ അയിമക്കാക്കാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞുപാത്തുമ്മയുടെ കല്യാണം നടക്കും. ഇവിടെ ആനമക്കാരിയുടെ പൊന്നാര മോളുടെ പുന്നാര മോളാ. പിന്നെ എന്റെ ബാപ്പ എന്നാ കെട്ടാൻ വന്നത് അതിന്റെ പുറത്ത് കയറിയിട്ടാ. ദാ ബാപ്പ വരുന്നുണ്ട്. എല്ലാം പോയി. ചെയ്ത്താനായി ഇബ്ലീസ് എല്ലാം കൊണ്ടുപോയി. നമ്മള് കേസ് തോറ്റു. നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. പടച്ചോന്റെയും മുത്തുനബിന്റെയും നേർച്ചക്കാരുടെയും വിധി. ഒരു നേരത്തെ നിസ്കാരം ഞാൻ ഒഴിച്ചിട്ടില്ല, ഒറ്റ നോയമ്പെങ്കിലും വിട്ടിട്ടില്ല. ഉമ്മ, പത്തിരി ഒന്ന് ചുട്ടൂടെ? ബാപ്പ കാത്തു നിൽക്കുന്നു. എന്തെങ്കിലും ഒരു പണി ചെയ്. പെണ്ണായി പിറന്ന തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം. ഞാൻ ആനമക്കാരിന്റെ പൊന്നാര മോളാ. എന്റെ ഉപ്പാപ്പൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എടി, നിന്റെ നാമം നടക്ക്. ഇല്ലേലി, മൂക്കിൽ വലിച്ചു കേട്ടോ. ഞാൻ ആനമക്കാരിന്റെ പൊന്നാര മോളാ. എനിക്കേ ലൈനസ് ഉണ്ട്. എന്റെ പൊന്നുമ്മ, ഒന്ന് ചുമ്മായിരി. എടി, ചൂടുവെള്ളം അനത്തിയോ? ചൂടുവെള്ളം അനത്തിയിട്ടുണ്ടുമ്മ. ഉമ്മ, ഞാൻ ഒന്ന് അപ്പുറത്തോട്ടെ. അപ്പുറത്ത് വലിയ താമസക്കാർ വന്ന്. ആ, അധികം താമസിക്കരുത് കേട്ടാ. സുന്ദരി, നിന്റെ പേരെന്താ? എന്റെ പേര് തുന്നരി എന്നല്ല, ബുദ്ധൂസേ. സുന്ദരി എന്ന് പറയണം. ആട്ടെ, പേരെന്താ? കുഞ്ഞു ആത്തുമ്മ. ഇന്നെ എന്തിനാ ബുദ്ധൂസ് എന്ന് വിളിച്ചേണേ? ബുദ്ധൂസേ അങ്ങനെയല്ല. എന്നെ എന്തിനു ബുദ്ധൂസേ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കണം. പെണ്ണിന്റെ പര്യായമാണ് ബുദ്ധൂസ്. എന്റെ ഇക്കാക്ക പറഞ്ഞതാ. അന്റെ ഇക്കാക്കാന്റെ പേരെന്നാ? നിസാർ അഹമ്മദ്. പെണ്ണിന്റെ പേരെന്നാ? ആയിഷ. ഇന്ന് ഏത് ജാതിയാ? മുസ്ലിം. ഞങ്ങളുടെ മാതിരിയാ? അല്ല, ഞങ്ങൾ ശരിയായ മുസ്ലിങ്ങളാണ്. അതെന്താ കൈമല്? ഇതൊരു പെട്ടിയാണ്, പാട്ടുപെട്ടി. മക്കത്ത് കേക്കാവാ? ഖത്തർ, ടർക്കി, ബഹ്റൈൻ, ജർമ്മനി, അമേരിക്ക, ബാംഗ്ലൂർ, മൈസൂർ, ഇംഗ്ലണ്ട് എന്നിങ്ങനെ ലോകത്തിലെ മിക്ക സ്ഥലത്തു നിന്നും കേൾക്കാം. നല്ല ബുദ്ധൂസേ, ഞങ്ങൾക്ക് ആന ഉണ്ടായിരുന്നോ? ഇല്ല. എന്റെ ഉപ്പാപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സാധനങ്ങൾ കൂലിക്ക് കയറ്റിക്കൊണ്ടുപോകും. ആ വണ്ടി കൊണ്ട് എന്റെ ബാപ്പയെ അദ്ദേഹം MA വരെ പഠിപ്പിച്ചു. ബാപ്പ ഇന്ന് കോളേജ് പ്രൊഫസറാണ്. ഇതാ ഈ ചിത്രത്തിലൊന്ന് നോക്കിയേ. എന്താ എഴുതിയതെന്ന് വായിക്ക്. അനക്ക് അറിഞ്ഞൂടാ, എഴുത്തും വായനയും പഠിച്ചില്ല. ഞാൻ പോന്നാ, പിന്നെ വരാം.
അവര് ഇസ്ലാമിയങ്ങളല്ല. ആനമക്കാരിയുടെ പൊന്നാര മോളാ പറയുന്നത്. അവളുമാര് തലയിൽ പൂ വെച്ചിന്, പൂ, കാതും കുത്തിയിട്ടില്ല. ബാപ്പാ ബാപ്പാ എന്താ അന്നെ എഴുത്ത് പഠിപ്പിക്കാനേ? ഓ, എഴുത്ത് പഠിപ്പിച്ചിട്ട് ഇന്നെ കാഫറാക്കാത്തത് എന്താണെന്ന് നീ ചോദിക്കുന്നത്? ഒരു മുസ്ലിം പെണ്ണ് അങ്ങോട്ടൊന്നും ചോദിക്കരുത്, പറയുന്നത് അനുസരിക്ക മാത്രം. താച്ചോ, ഇതൊന്ന് നിർത്തിയൂടെ? നമുക്കങ്ങോട്ട് പോവാം. ഞാൻ ഇന്നു മുതൽ നിന്റെ ഗുരുനാഥയാണ്. നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക. ആ ജാതി ആ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്ക്. ആ, ബാ കൊണ്ട് തുടങ്ങുന്ന വാക്ക് പറയൂ. ബൈ. ബുദ്ധുസേ, വഴി എന്ന് പറയണം. മറ്റൊന്ന് പറയൂ. ബൈബിനിങ്ങ. വഴുതനങ്ങ എന്ന് പറയൂ. ഗൗരവമായ ഒരു വിഷയത്തെ പറ്റിയാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ, പറ. എന്റെ ഇക്കാക്ക നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. ഹോയ്, ഒന്ന് നിന്നെ. കയ്യിലെ മുറിവ് ഉണങ്ങിയോ? ആ, ഉണങ്ങി. ആര്? താച്ചോ, ഇതാരാ വന്നെന്ന് നോക്കി. ഓ, അഹമ്മദോ? അഹമ്മദല്ല, നിസാർ അഹമ്മദ്. അല്ല, എനക്കൊരു സംശയം. മൂർഖം പാമ്പിനെ നന്നാക്കാൻ നോക്കുവോ? അതെന്താ? അമ്മാതിരി വിഷമുള്ള ആളുകളുണ്ട്. കുറുക്കൻ, കൊരങ്ങൻ, ചെന്നായി, ഇതിനൊക്കെ സ്വഭാവ ഗുണം ഉള്ളവരെ നമ്മൾ കണ്ട്. അതിനെയൊക്കെ മിടുക്കി മനുഷ്യരുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നുണ്ടല്ലോ. അയിനാ കാട് വെച്ച് പിടിപ്പിച്ചത്? അതൊന്നും കാടല്ല. 2 കൊല്ലം കഴിയട്ടെ. മാമ്പഴം, പേരക്ക, കൈതച്ചക്ക, സപ്പോട്ട എല്ലാം ഞാൻ തരും. ഓ, ഇതാരല്ല, കുട്ടികളും എത്തിയല്ലോ. എന്താ ബൈതങ്ങളെ? എന്താ പറഞ്ഞേ? ഇങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആനമക്കാരിന്റെ പൊന്നാര മോളാ. ഉപ്പാപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു. അത് കുയ്യാനായിരുന്നു. ആനമക്കാരിയിലെ വലിയ കൊമ്പനാന കുയ്യാനായിരുന്നു. കുയ്യാന മോളെ, കുഞ്ഞിപ്പാത്തു, എന്റെ ഉപ്പാപ്പാടെ വലിയ കൊമ്പനാന കുയ്യാനായിരുന്നു. കുയ്യാന.